Hello, once again, welcome back to Plus Lane. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു +2 അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകൾ തികച്ച് സൗജന്യമായി നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുമ്പോൾ നേരെ വീഡിയോയിലേക്ക്. അക്കൗണ്ടൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും നമ്മളെ വ്യത്യാസവും പഠിക്കണം. അതുപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കാണാൻ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പ്രോഡക്റ്റ് മെത്തേഡ് ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നും പാർട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഗുഡ്വിൽ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് എ ഫേം. എന്താണ് ഗുഡ്വിൽ എന്നും അതുപോലെ തന്നെ ഒരു ഫേമിന്റെ ഗുഡ്വിലിന്റെ വാല്യൂവിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തെല്ലാമെന്നും പഠിച്ചിരിക്കണം. 5 മാർക്കിനൊക്കെ സ്ഥിരമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുക, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം. 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ റിവാലുവേഷനോട് ബേസ് ചെയ്ത് തന്നെ ജേണൽ എൻട്രി എഴുതാനും ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും അതുപോലെ തന്നെ സാക്രിഫൈസിംഗ് റേഷ്യോയും കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അതായത് ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടെത്താൻ പഠിച്ചിരിക്കണം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരവും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരവും അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരവും ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടെത്താൻ പഠിച്ചിരിക്കണം. എങ്കിലും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരവും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമാണ്. എങ്കിലും ഇത് 3 നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റൻ ഇതാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫറെന്റ് മോഡ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. 5 മാർക്കിന്റെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് പാർട്ട് AFSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ. ഇത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ്. അതായത് കമ്പനീസിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തെല്ലാമാണ്, അതുപോലെ വിവിധ തരത്തിലുള്ള കമ്പനീസ് എന്തെല്ലാമാണെന്നും പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ നേച്ചർ ആൻഡ് ക്ലാസസ് ഓഫ് ഷെയർ. അപ്പോൾ എന്താണ് ഷെയർ എന്നും ഷെയറിന് നേച്ചർ എന്താണെന്നും വിവിധ തരത്തിലുള്ള ഷെയറുകൾ എന്തൊക്കെയാണെന്നും പഠിക്കുക. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇറ്റ്സ് കാറ്റഗറീസ്. അതായത് ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്താണ്, അതുപോലെ തന്നെ അവയുടെ കാറ്റഗറീസ് എന്തെല്ലാമാണെന്നും പഠിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, ജേണൽ എൻട്രീസ്, ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, കോൾസ് ഇൻ അരിയർ ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസ്. അതായത് ജേണൽ എൻട്രീസ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നുകിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി, അല്ലെങ്കിൽ ഡിബഞ്ചറുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി, അല്ലെങ്കിൽ ഫോർഫീച്ചറുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി, അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയർ എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ കോൾസ് ഇൻ അഡ്വാൻസ് എന്താണ്, അവയുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഇഷ്യൂ ആൻഡ് റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ. ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നന്നായിട്ട് പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിബഞ്ചർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. എന്താണ് ഡിബഞ്ചർ എന്നും അതുപോലെ തന്നെ ഡിബഞ്ചറിന്റെ ടൈപ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 3 മെത്തേഡ്സ് ഓഫ് റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അതായത് ഡിബഞ്ചറിന്റെ റിഡംഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 3 മെത്തേഡ്സ് പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അഥവാ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളിക്കുകയാണ്. പുതിയ വീഡിയോ വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ.